പശ്ചിമഘട്ടത്തിൻ്റെ സംരക്ഷണമാണ് ഗാഡ്ഗിൽ റിപ്പോർട്ട് മുൻപോട്ട് വയ്ക്കുന്നത്. 6 സംസ്ഥാനങ്ങളിൽ നീണ്ടുകിടക്കുന്ന പശ്ചിമഘട്ടം അഥവാ വെസ്റ്റേൺ ഘാട്സ് വിവിധയിനം സസ്യങ്ങളുടെയും വ്യത്യസ്തമായ ജീവജാലങ്ങളുടെയും ഒരു കലവറയാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം പശ്ചിമഘട്ട സംരക്ഷണത്തിന് എന്തെല്ലാം വേണം എന്നുള്ളത് നിർദ്ദേശിക്കാൻ സർക്കാർ ഒരു കമ്മിറ്റിക്ക് രൂപം നൽകി. അതാണ് വെസ്റ്റേൺ ഘാട്സ് എക്കോളജി എക്സ്പെർട്ട് പാനൽ അഥവാ WGEEP. പശ്ചിമഘട്ടത്തെക്കുറിച്ച് ശാസ്ത്രലോകം ചൂണ്ടിക്കാണിക്കുന്ന പ്രത്യേകതകളിൽ പ്രധാനപ്പെട്ടവ ഇവയൊക്കെയാണ്. പശ്ചിമഘട്ടത്തിൽ മാത്രം കാണുന്ന ചില സസ്യ ജന്തു വിഭാഗങ്ങളുണ്ട്. ഇതിൽ ചില ജീവികൾ വംശനാശം നേരിടുന്നവയാണ്. ഇക്കൂട്ടത്തിൽ വളരെ അപൂർവമായ ചില ജീവികളുമുണ്ട്. പശ്ചിമഘട്ട പ്രദേശം ഇന്ത്യയിൽ മാത്രം കാണുന്ന നിരവധി ഇനം സസ്യജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ്. വന്യജീവികളുടെ ഇടനാഴിയാണ് ഇവിടം. ഇതൊരു പ്രത്യേക ആവാസ വ്യവസ്ഥയാണ്. ഇവിടെ ധാരാളം ശുദ്ധജല ചതുപ്പുകൾ നിലവിലുണ്ട്. വളരെ അപൂർവമായി കാണുന്ന ചതുപ്പുവനങ്ങളുള്ള പ്രദേശമാണ് ഇവിടം. ധാരാളം തണ്ണീർത്തടങ്ങളുള്ള ഒരു പ്രദേശം കൂടിയാണ് പശ്ചിമഘട്ടം. ഈ പ്രാധാന്യമെല്ലാം ചൂണ്ടിക്കാണിക്കുമ്പോഴും പലതരം ഭീഷണികളെ നേരിടുന്ന ഒരു പ്രദേശമായാണ് ശാസ്ത്രലോകം ഇന്ന് പശ്ചിമഘട്ടത്തെ കാണുന്നത്. അതിലൊന്ന് ജൈവ വൈവിധ്യത്തിന് നേരെയുള്ളതാണ്. 1920 1990 കാലയളവിൽ മാത്രം ഈ പ്രദേശത്തെ 40% വനസമ്പത്ത് നാശോന്മുഖമായതായി പഠനങ്ങൾ കാണിക്കുന്നു. മറ്റൊന്ന് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ നടക്കുന്ന കയ്യേറ്റങ്ങളാണ്. ഖനനം, വ്യവസായം, വൈദ്യുത നിലയങ്ങൾ, ടൂറിസം എന്നിവയുടെയൊക്കെ പേരിൽ നടന്നു വരുന്ന അതിരുവിട്ട കയ്യേറ്റങ്ങൾ പശ്ചിമഘട്ടത്തെ പൊതുവിൽ ദുർബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നവലിബറൽ പരിഷ്കാരങ്ങളുടെ കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിൽ ഈ കടന്നാക്രമണങ്ങളെല്ലാം വൻതോതിൽ കരുത്താർജിച്ചിരിക്കുകയാണ്. സഹിൻ്റെ ഈ പരിസ്ഥിതി തകർച്ച ഇന്ന് കേരളത്തിലെ ജനജീവിതത്തിൽ ദുരന്തങ്ങളായി പെയ്തു തുടങ്ങിയിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം കാണുന്നതിനുള്ള കൂട്ടായ ശ്രമത്തിൽ നിന്നുകൂടിയാണ് പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതിക്ക് സർക്കാർ രൂപം കൊടുത്തത്. ഇതിൻ്റെ ചെയർമാൻ പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞനായ പ്രൊഫസർ മാധവ് ഗാഡ്ഗിലാണ്. അങ്ങനെയാണ് ഈ സമിതി ഗാഡ്ഗിൽ കമ്മിറ്റിയായി അറിയപ്പെടുന്നത്. പ്രൊഫസർ ഗാഡ്ഗിൽ അടക്കം 14 അംഗങ്ങളാണ് ഈ സമിതിയിൽ ഉണ്ടായിരുന്നത്. നമ്മുടെ കേരളത്തിൽ പ്രളയത്തിന് കാരണം ശക്തമായ മഴയും ഉരുൾപൊട്ടലുമാണ്. ഉരുൾപൊട്ടാനുള്ള പ്രധാന കാരണം മണ്ണിൻ്റെ ബലം കുറയുന്നതുകൊണ്ട് പ്രകൃതിക്ക് പ്രഷർ താങ്ങാൻ കഴിയാതെ വരുന്നതുകൊണ്ടാണ്. പാറ പൊട്ടിക്കുന്നത് ഉരുൾപൊട്ടലിന് കാരണമായേക്കാം. വനനശീകരണവും അപകടകരമായ മറ്റൊരു കാര്യമാണ്. എന്നിരുന്നാലും നമ്മുടെ പശ്ചിമഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ധാരാളം നടക്കുന്നു. ഇതെല്ലാം ആയതുകൊണ്ട് ഗാഡ്ഗിൽ റിപ്പോർട്ടിന് ഇപ്പോൾ ആളുകൾ പരിഗണന കൊടുക്കുന്നുണ്ട്. എന്നാലും ഈ റിപ്പോർട്ടിന് ചില പോരായ്മകളുണ്ടെന്ന് ചിലർ അഭിപ്രായപ്പെടുന്നു. കേരളത്തിൽ തുടരെ ഉണ്ടാവുന്ന പ്രകൃതിക്ഷോഭങ്ങൾ തടുക്കണമെങ്കിൽ പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാവൂ. എല്ലാം അതിജീവിച്ച് മുന്നേറാൻ കേരളത്തിന് സാധിക്കട്ടെ.